പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. ഞങ്ങളുടെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, നിന്റെ സന്നിധിയിലേക്ക് അടിയങ്ങൾ വീണ്ടും അടുത്തു വരുന്നു. അവിടുത്തെ വചനത്തിൽ നിന്ന് അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ നീ ഞങ്ങളെ ശക്തീകരിക്കണമേ. നിന്റെ ശബ്ദം കേൾക്കുവാനുള്ള ശ്രദ്ധ നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാതുകളെ മാത്രമല്ല, ഞങ്ങളുടെ ഹൃദയങ്ങളെയും നിന്റെ സന്നിധിയിൽ തുറക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുക്കപ്പെട്ട നിലങ്ങളായി നിന്റെ സന്നിധിയിൽ കാഴ്ചവെക്കുന്നു. അവിടുത്തെ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്ത് മഹത്വമൊക്കെ അവിടുന്ന് സ്വീകരിക്കണമേ. യേശു കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും ഈ ബുധനാഴ്ച വൈകുന്നേരം നിങ്ങളോട് ചേർന്ന് കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ ലഭിച്ച ഭാഗ്യകരമായ അവസരം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ ആഴ്ചയും ദൈവം നമ്മോട് സംസാരിക്കട്ടെ, കർത്താവിന്റെ ഇമ്പമേറിയ ശബ്ദം കേൾക്കുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. സമർപ്പണത്തോടെയാണ് ഞാൻ ഈ ശുശ്രൂഷ ഏറ്റെടുക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കും, ശക്തീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ ശാശ്വത ഭുജങ്ങളിൽ അഭയം തേടുന്നു. അവന്റെ തിരുവായ്മൊഴികൾക്കായി കാതോർക്കുന്നു. കർത്താവെ, ഞങ്ങളോട് സംസാരിക്കണമേ. അടിയങ്ങൾ കേൾക്കുന്നു എന്നുള്ള അനുസരണത്തോടെ ശ്രദ്ധിക്കുന്നത്, അനുസരിക്കുന്നത് യാഗത്തെക്കാൾ ശ്രേഷ്ഠമാണ് എന്നുള്ള ആ വലിയ നിശ്ചയത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വേദഭാഗങ്ങൾ എടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. വിശുദ്ധ മത്തായി 17 സെയിന്റ് മാത്യു ചാപ്റ്റർ 17 verses 24 to 27. ഞാനത് വായിക്കും. അവർ കപർന്നഹൂമിൽ എത്തിയാറെ ദ്വിദ്രഹ്മപ്പണം വാങ്ങുന്നവർ പത്രോസിന്റെ അടുക്കൽ വന്നു. നിങ്ങളുടെ ഗുരു ദ്വിദ്രഹ്മപ്പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഊവ് എന്നവൻ പറഞ്ഞു. അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശിമോനെ, നിനക്ക് എന്തു തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യരോട് എന്നവൻ പറഞ്ഞു. യേശു അവനോട്, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടൽ ഇട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കാം. അതിന്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മപ്പണം കാണും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക എന്ന് പറഞ്ഞു. പലരും വായിക്കുവാൻ ഒഴിവാക്കുന്ന, വായിച്ചാൽ തന്നെ തെറ്റായി വായിക്കുന്ന ഒരു വേദഭാഗമാണ് ഈ മത്തായി 17 24 മുതൽ 27 വരെയുള്ള വേദഭാഗങ്ങൾ. അതിനെക്കുറിച്ചുള്ള ധ്യാനങ്ങളും വളരെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ. പക്ഷെ എന്നെ ഏറ്റവും പ്രചോദിപ്പിച്ചിട്ടുള്ള, വളരെ ആവേശം പകർന്നു തന്നിട്ടുള്ള ഒരു വേദഭാഗമാണ് ഇത്. ആ ചിന്തകളിലേക്ക് നമുക്ക് ഒരുമിച്ച് ഇന്ന് യാത്ര ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ കപർന്നഹൂമിൽ, അവരുടെ സ്വന്തം ഗ്രാമത്തിൽ എത്തിയപ്പോൾ
അവിടെ ഉണ്ടായിരുന്ന പള്ളിപ്രമാണിമാർ അവർ പത്രോസിനെ സമീപിച്ച് പത്രോസിനോട് ചോദിച്ചു, ഡത്ത് നോട്ട് യുവർ മാസ്റ്റർ പേസ് ട്രിബ്യൂട്ട്? ഡത്ത് നോട്ട് യുവർ മാസ്റ്റർ പേസ് ട്രിബ്യൂട്ട്? നിങ്ങളുടെ ഗുരു ദിദ്രമപ്പണം കൊടുക്കുമോ എന്ന്. ദിദ്രമപ്പണം എന്ന് പറയുന്നത് ഇറ്റ് വാസ് നോട്ട് എ സിവിൽ പേയ്മെന്റ്. റോമ ഗവൺമെന്റിനുള്ള പേയ്മെന്റ് അല്ല അത്. ഇറ്റ് വാസ് എ ചർച്ച് ഡ്യൂട്ടി. അന്നത്തെ പള്ളിയിലേക്കുള്ള അവരുടെ ചർച്ചിലേക്കുള്ള ഒരു ഡ്യൂട്ടിയാണത്, ഒരു ഒരു കരമാണത്. ന്യായപ്രമാണ പ്രകാരം 20 വയസ്സ് മുകളിലോട്ടുള്ള എല്ലാ പുരുഷന്മാരും ദേവാലയത്തിലേക്ക് എല്ലാ വർഷവും 1/2 ശേക്കൽ വീതം, 1/2 ശേക്കൽ എന്ന് പറയുന്നത് വെറും 16 സെന്റാണ് നമ്മുടെ ഇവിടുത്തെ കണക്കനുസരിച്ച്. 1/2 ശേക്കൽ വീതം ടാക്സ് കൊടുക്കണം, കരം കൊടുക്കണം എന്നുള്ള ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. ആ വ്യവസ്ഥ വെച്ചുകൊണ്ടാണ് പള്ളിപ്രമാണിമാർ പത്രോസിനോട് ചോദിക്കുന്നത്, നിന്റെ ഗുരു ദിദ്രമപ്പണം കൊടുക്കുമോ എന്ന്. പത്രോസിന്റെ ചിന്തയിലൂടെ പെട്ടെന്ന് കടന്നുപോയത്, യേശു ഒരു യഹൂദ ഭവനത്തിൽ ജനിച്ചതാണ്, അതുകൊണ്ട് 8-ാം നാൾ അവൻ പരിച്ഛേദന ഏറ്റിട്ടുണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ന്യായപ്രമാണ പ്രകാരമുള്ള പരിച്ഛേദനയൊക്കെ യേശു കർത്താവും ഏറ്റതാണ്. അതുകൊണ്ട് യേശു കർത്താവ് he is under the Mosaic law. മോശയിക ന്യായപ്രമാണത്തിന്റെ വിധേയനാണ്. മോശയിക ന്യായപ്രമാണം അവന് ബാധകമാണ് എന്നൊക്കെ പെട്ടെന്ന് ആസ് എ ജ്യൂ, ഒരു യഹൂദൻ എന്ന നിലയിൽ പത്രോസ് ചിന്തിച്ചിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ക്ഷണം കൊണ്ട് പത്രോസിന്റെ ഉള്ളിലൂടെ കടന്നുപോയ ആ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ പത്രോസ് പെട്ടെന്ന് ഒരു മറുപടി പറഞ്ഞു. ഡസ് നോട്ട് യുവർ മാസ്റ്റർ പേസ് ട്രിബ്യൂട്ട്? യെസ്, മൈ മാസ്റ്റർ പേസ് ട്രിബ്യൂട്ട്. എന്റെ ഗുരുദിദ്രമ പണം കൊടുക്കും എന്ന് പത്രോസ് മറുപടി പറഞ്ഞു. കരവും വാങ്ങുന്നത് അന്യരോടാണ്, പൊതുജനങ്ങളോടാണ്, തന്റെ പ്രജകളോടാണ് എന്ന് പത്രോസ് മറുപടി പറഞ്ഞു. അപ്പോൾ യേശു കർത്താവ് അതിനൊരു മറുപടി പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ എന്ന്. Then sons are exempted. അപ്പോൾ പുത്രന്മാർ ഒഴിവുള്ളവരാണല്ലോ എന്ന് യേശു കർത്താവ് പറഞ്ഞു. പത്രോസ് ആ കൂടെ പ്രയാസത്തിലായി. അവൻ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ടായിരുന്നു. എന്താണ് ഈ സംഭാഷണങ്ങളുടെ ഒക്കെ പൊരുളെന്ന് അപ്പോൾ പത്രോസിന് ചിന്തിക്കേണ്ടി വരുന്നുണ്ട്. താൻ പള്ളിപ്രമാണിമാരോട് പറഞ്ഞ ഉത്തരത്തിന്റെ വെളിച്ചത്തിലാണ് യേശു കർത്താവ് ഈ ചോദ്യം ചോദിച്ചത് എന്ന് പത്രോസിന് മനസ്സിലായി. താൻ പറഞ്ഞ ഉത്തരത്തിൽ എന്തോ അപകടമുണ്ട്, എന്തോ തെറ്റുണ്ട് എന്ന് പത്രോസിന് മനസ്സിലായി. പത്രോസ് നിന്ന് കുഴയുകയായിരുന്നു. എന്താണ് ഈ ചോദ്യത്തിന്റെ, ഈ ഉത്തരത്തിന്റെയും പിന്നിൽ ഉള്ള രഹസ്യങ്ങൾ? അവർ ചോദിച്ചത്, നിന്റെ ഗുരു ദിദ്രമപ്പണം കൊടുക്കുമോ എന്നാണ്. ഒരു സാധാരണ യഹൂദൻ എന്ന നിലയിൽ പത്രോസ് പറഞ്ഞ ഉത്തരം ശരിയായ ഉത്തരമാണ്. പക്ഷെ യേശു ആരാണ് എന്നുള്ള സത്യം തിരിച്ചറിയുവാൻ പത്രോസിന്റെ ഉത്തരത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. പത്രോസിന് അത് മനസ്സിലായിട്ടില്ല എന്നർത്ഥം. യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്യുമ്പോഴും യേശുവിന്റെ ശിഷ്യന്മാർക്ക് യേശു ആരാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ പലപ്പോഴും കഴിയുന്നില്ല. ചാടിത്തുള്ളി ചില ഉത്തരങ്ങൾ പത്രോസ് പറയാറുണ്ട്. ഒരിക്കൽ പത്രോസ് പറയുകയുണ്ട്, നീ ക്രിസ്തുവാകുന്നു എന്ന്.
യേശു കർത്താവ് പറഞ്ഞു, നീ ഇതാരോടും പറയരുത് എന്ന്. എന്നാൽ ക്രിസ്തു അനുഭവിക്കേണ്ട കഷ്ടങ്ങളെ കുറിച്ച് അടുത്ത ക്ഷണത്തിൽ സംസാരിച്ചപ്പോൾ പത്രോസ് പറയുകയാണ്, കർത്താവേ, നിനക്കത് ഭവിക്കരുത് എന്ന്. അപ്പോൾ യേശു പത്രോസിനെ നോക്കി പറഞ്ഞു, സാത്താനെ, എന്നെ വിട്ടുപോകും. അപ്പോൾ ഒരേ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ സംസാരിക്കുകയും അതേ സമയം തന്നെ സാധാന്യമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പാവപ്പെട്ട ഒരു സിംപിൾട്ടനായിരുന്നു വാസ്തവത്തിൽ പത്രോസ്. വളമയൊന്നുമില്ല, യാതൊരു കൃത്രിമത്വവും ഇല്ലാതെ പച്ചയായ മനുഷ്യൻ, അതായിരുന്നു പത്രോസ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ് പത്രോസ്, പച്ചയായ മനുഷ്യൻ. അങ്ങനെ കുറെ കഥാപാത്രങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. പച്ചയായ മനുഷ്യരാണ്. അവരൊന്നും മറച്ചു വെക്കുന്നില്ല, അവർക്കൊന്നും മറയ്ക്കാനില്ല, മറയ്ക്കാൻ അറിഞ്ഞുകൂടാ. ദൈവസന്നിധിയിൽ അറിഞ്ഞും അറിയാതെയും ചിലതൊക്കെ അവരങ്ങ് പറഞ്ഞു പോകും. പത്രോസ്, ഈ പച്ചയായ മനുഷ്യൻ, ഈ പള്ളിപ്രമാണിയോട് പറഞ്ഞ മറുപടിയും അത്തരത്തിലുള്ള ഒരു പച്ചയായ ഉത്തരമായിരുന്നു. യേശു കർത്താവ് ചോദിച്ചപ്പോൾ മക്കളോട് അല്ല അന്യരോടാണ് ചുങ്കം വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞതും പച്ചയായ മനുഷ്യന്റെ ഒരു പച്ചയായ പ്രസ്താവനയായിരുന്നു. പക്ഷേ ഈ ചോദ്യത്തിന്റെ അർത്ഥം എന്താ? പള്ളിപ്രമാണിമാർ ചോദിച്ച ചോദ്യത്തിന്റെ അർത്ഥം എന്താ? ആ ചോദ്യത്തിന്റെ അർത്ഥം, ഹൂ ഈസ് ജീസസ് ടു യു? നിങ്ങൾക്ക് യേശു ആരാണ് എന്ന്. യേശു നിദ്രമപ്പണം കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറയേണ്ടിയിരുന്നത്, അവൻ ദൈവത്തിന്റെ പുത്രനാണ്. നാം കരം കൊടുക്കുന്നത് ദൈവത്തിനാണ്. ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന് കരം കൊടുക്കേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല, അവൻ വന്നത് വീണ്ടെടുപ്പ് വിലയായി തീരുവാനാണ്, ഒരു റാൻസമായി തീരുവാനാണ് അവൻ ഈ ഭൂമിയിൽ വന്നത്. അതുകൊണ്ട് വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ കർത്താവിന് ആവശ്യമില്ല. അവൻ ദൈവപുത്രനാണ്. മക്കൾ രാജാക്കന്മാർക്ക് ചുങ്കം കൊടുക്കുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രനായ യേശു കർത്താവിന് ദൈവത്തിന് കരം കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എന്റെ ഗുരു നിദ്രമപ്പണം കൊടുക്കുകയില്ല എന്ന് പത്രോസ് പറയേണ്ടിടത്താണ് പത്രോസ് പറഞ്ഞത്, യെസ്, മൈ മാസ്റ്റർ പേസ് ട്രിബ്യൂട്ട്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. പത്രോസ് പറയേണ്ടിയിരുന്ന മറുപടി, എന്റെ കർത്താവ് എന്റെ ഗുരു നിദ്രമപ്പണം കൊടുക്കുവാൻ വിധിക്കപ്പെട്ടവനല്ല. അവൻ അതിനൊക്കെ അതീതനാണ്. കാരണം അവൻ ദൈവത്തിന്റെ പുത്രനാണ്. ദൈവത്തിന്റെ പുത്രൻ വീണ്ടെടുപ്പ് വില കൊടുക്കേണ്ടവനല്ല, അവൻ വീണ്ടെടുക്കുവാൻ വന്നവനാണ് എന്ന് പറയേണ്ടിടത്താണ് പത്രോസ് പറഞ്ഞത്. യേശു കർത്താവിനെ ഒരു മിനിമൈസ് ചെയ്ത്, അണ്ടർ റേറ്റ് ചെയ്താണ് പത്രോസ് അവിടെ സംസാരിച്ചത്. അതാണ് എൻ്റെ യേശുവിന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചത്. അതുകൊണ്ടാണ് യേശു ഒരക്ഷരം പോലും പിന്നെ മിണ്ടാതെ ഭവനത്തിൽ വന്നിട്ട് മറ്റെന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പേ മുന്നിട്ട് തന്റെ ഹൃദയത്തിൽ തിക്കിത്തിരക്കി നിന്ന ആ വേദന പത്രോസിന്റെ മുമ്പിൽ ഒരു ചോദ്യമായി അവതരിപ്പിച്ചത്, ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ വാങ്ങുന്നത് ആരോട്? പുത്രന്മാരോടോ അന്യരോടോ എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചോദ്യം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഈ ലോകം എന്നോടും നിങ്ങളോടും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം? നിങ്ങളുടെ ഗുരു നിദ്രമപ്പണം കൊടുക്കുമോ എന്ന ചോദ്യത്തിന്റെ മറ്റൊരു വേർഷൻ എന്ന് പറയാൻ പറ്റും, ഹൂ ഈസ് ജീസസ് ടു യു? നിനക്ക് യേശു ആരാണ്? നിങ്ങൾക്ക് യേശു ആരാണ്? യേശുവിനോടുള്ളതിന്റെ ബന്ധം എന്താണ്? യേശു ആരാണ് നിങ്ങൾക്ക്? പത്രോസ് മറുപടി പറയേണ്ടിയിരുന്നത്, എന്റെ ഗുരു ദൈവത്തിന്റെ പുത്രനാണ്, ഏകജാതനായ പുത്രനാണ്. അവൻ വീണ്ടെടുക്കുവാൻ വന്നവനാണ്, രക്ഷകനാണ്, അവൻ ക്രിസ്തുവാണ്, മെശിഹയാണ്. അവൻ വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ വന്നവനല്ല, വീണ്ടെടുപ്പ് വിലയായി തീരുവാൻ വന്നവനാണ് എന്ന്. അവൻ ആരിലും ഉന്നതനാണെന്ന് പറയുവാൻ ഉള്ള ബാധ്യതയായിരുന്നു പത്രോസിനുണ്ടായിരുന്നത്.
ആ ബാധ്യതയാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്. ഹൂ ഈസ് ജീസസ് ടു യു എന്ന് ചോദിച്ചാൽ, കോശി തലക്കലിനോട് ചോദിച്ചാൽ ഞാൻ പറയും അവൻ ആരിലും ഉന്നതനാണ് എന്ന്. പ്രിയപ്പെട്ട എബി, ഈ ലോകം എബിയോട് ചോദിക്കുകയാണ്, ഹൂ ഈസ് ജീസസ് ടു യു? വാട്ട് വിൽ ബി യുവർ ആൻസർ? ഓ ജീസസ്, ഹി ഈസ് ദ സൺ ഓഫ് ഗോഡ്, ഹി ഈസ് മൈ സേവിയർ എന്ന് പറഞ്ഞിട്ട് അവൻ ആരിലും ഉന്നതനാണെന്ന് പറയുവാൻ കഴിയുമോ? എങ്കിൽ മാത്രമേ നമ്മൾക്ക് കർത്താവിനോടുള്ള ബന്ധത്തിന്റെ രഹസ്യം മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. പള്ളിപ്രമാണിമാരോട് സാക്ഷിക്കുവാൻ, അവരുടെ മുമ്പിൽ കർത്താവിനെ ഉയർത്തുവാൻ, അവന്റെ അന്യൂനതയെ, അവന്റെ ഉന്നത ഭാവത്തെ ഉയർത്തുവാൻ ലഭിച്ച അവസരം പത്രോസ് നഷ്ടപ്പെടുത്തി എന്നു മാത്രമല്ല, യേശുവിനെ അവരുടെ മുമ്പിൽ ഒരു സാധാരണ യഹൂദനായി പത്രോസ് തരം താഴ്ത്തുകയും ചെയ്തു. പലപ്പോഴും നമ്മുടെ മനോഭാവം കൊണ്ട് യേശു കർത്താവിനെ സമൂഹത്തിൽ ഇടിച്ചു താഴ്ത്തുകയാണ് നാം ചെയ്യുന്നത്. അവൻ വെറും ഒരു സാധാരണക്കാരനാണെന്ന് പറഞ്ഞിട്ട്. ലോകത്ത് യേശുവിനെ സ്നേഹിക്കുന്ന അനേകം ആൾക്കാരുണ്ട്, ഇൻക്ലൂഡിങ് കമ്മ്യൂണിസ്റ്റുകാര്, അതുപോലെ തന്നെ ഈശ്വര നിഷേധികളായിട്ടുള്ള ആളുകൾ ഒക്കെ യേശുവിനെ പല വിധത്തിൽ ബഹുമാനിക്കുന്നവരാണ്. ഒരു വലിയ ഗുരുവായ യേശുവിനെ കാണുന്നവരാണ് ലോകത്ത് ഭൂരിപക്ഷം ദാർശനികരും. വാസ്തവത്തിൽ നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ, അദ്ദേഹം പറയുന്നത് ലോകത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ഗുരുവാണ് യേശു. എന്തിനെ? ഗാന്ധി എന്നെ ഒരിക്കൽ ഓച്ചിറ മതമഹാസമ്മേളനത്തിലേക്ക് ക്ഷണിച്ചു. ഓച്ചിറ മതമഹാസമ്മേളനം എന്ന് പറയുന്നത് ഒരു മഹാസമ്മേളനമാണ്. അപ്പൊ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ക്രിസ്ത്യാനിയാണ്, ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ യേശു കർത്താവിന്റെ അതുല്യതയെക്കുറിച്ച് സംസാരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ച മനുഷ്യൻ, അദ്ദേഹം ആലപ്പുഴ ജില്ലാ സഹകരണ ബാങ്കിന്റെ സെക്രട്ടറിയാണെന്ന്. ഞാൻ അന്ന് ആലപ്പുഴ ജില്ലാ സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിലെ മെമ്പറാണ്. അങ്ങനെയാണ് എന്നെ അദ്ദേഹം ക്ഷണിക്കുന്നത്. ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സാർ, യേശുവിന്റെ അതുല്യതയെക്കുറിച്ച് കേൾക്കാൻ തന്നെയാണ് ഞങ്ങൾക്ക് താല്പര്യം, അതുകൊണ്ട് സാർ അത് സംസാരിച്ചാൽ മതി എന്നോട് പറഞ്ഞു. ഞാൻ പോയി ഏതാണ്ട് 3/4 മണിക്കൂറോളം ആ മഹാസമ്മേളനത്തിൽ യേശുവിന്റെ അതുല്യതയെക്കുറിച്ച്, അവൻ ദേവപുത്രനാണ്, അവനോടെയാണ് രക്ഷയെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. ഇതിനാണ് എന്നെയും നിങ്ങളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. എന്റെ യേശുവിനെ, എന്റെ അതുല്യതയെ സാക്ഷിക്കുവാൻ, അവൻ ആരിലും ഉന്നതനാണെന്ന് പറയുവാൻ ഉള്ള ബാധ്യതയാണ് എന്നെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവനൊരു ഗുരുവാണെന്ന് പറഞ്ഞവനെ സാമാന്യവൽക്കരിക്കുവാനല്ല, സാധാരണവൽക്കരിക്കുവാനല്ല, അല്ലെങ്കിൽ അവനെ തരം താഴ്ത്തി മിനിമൈസ് ചെയ്യുവാനല്ല, അവനെ അണ്ടർ റേറ്റ് ചെയ്യുവാനല്ല. ഇന്നെല്ലാ മത നേതാക്കന്മാരും, വേദനയോടുകൂടെ പറയട്ടെ, ക്രൈസ്തവ മേലധ്യക്ഷന്മാരുൾപ്പെടെയുള്ളവരൊക്കെ തന്നെ മതമഹാസമ്മേളനത്തിലൊക്കെ പോയി ഒരു ദൈവമേ ഉള്ളൂ, നാം എല്ലാം ആ ദൈവത്തിന്റെ മക്കളാണെന്ന് പറയുവാൻ യാതൊരു ഉളിപ്പും കാണിക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടം. നാം എല്ലാം ഒരേ ദൈവത്തിന്റെ, ഏതു ദൈവത്തിന്റെ മക്കളാണ് നമ്മളൊക്കെ? ജീവനുള്ള ദൈവവും ജീവനില്ലാത്ത ദൈവവും നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. കോംപ്രമൈസിങ് റിലിജ്യൻ, മറ്റുള്ളവരുമായി സന്ധി ചെയ്യുന്ന മതമായി ക്രിസ്തീയ വിശ്വാസം മാറിയിരിക്കുന്നു. കോംപ്രമൈസിങ് ഫെയ്ത്ത്. ഒരിക്കൽ തിരുവനന്തപുരം ക്രൈസ്റ്റ് ചർച്ചിന്റെ ജൂബിലി കൺവെൻഷനിൽ എന്നെ പ്രസംഗകനായി ക്ഷണിച്ചു. ഞാൻ ആ ഇടവക അംഗമാണെങ്കിൽ പോലും എന്നെ പ്രസംഗകനായി ക്ഷണിച്ചു. ഞാന് ആദ്യത്തെ ദിവസത്തെ പ്രസംഗത്തിൽ
കോംപ്രമൈസിങ് ഫെയ്ത്ത് അതിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്. അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, കുഞ്ഞുവാനെ, ഇങ്ങനെയൊന്നും തുറന്നു പറയരുത് എന്ന്. ഞാൻ പറഞ്ഞു, അച്ഛാ, തുറന്നു പറയാനാണല്ലോ ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നത്. എന്റെ യേശുവിന്റെ അതുല്യതയെ കുറിച്ച് തുറന്നു പറയാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്, എന്നെ നിയോഗിച്ചിരിക്കുന്നത്. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ പ്രീതിക്കും സന്തോഷത്തിനും വേണ്ടി സത്യങ്ങളെ മറച്ചു വയ്ക്കുവാൻ ശ്രമിക്കുന്നവരാണ്. അതൊരിക്കലും പാടില്ല. എന്റെ യേശുവിന്റെ അതുല്യതയെ കുറിച്ച് പാടുവാൻ നമുക്ക് കഴിയണം. ഞാൻ അതുകൊണ്ടാണ് പാടിയത്, യേശു യേശു അവനാരിലും വലിയവൻ, യേശു യേശു അവനാരിലും മതിയായവൻ. യേശു ആരിലും ഉന്നതൻ, ആരിലും മതിയായവൻ. ഹെർഷൽ ഫോർഡ് എന്ന് പറയുന്ന ഒരു മിഷണറിയുടെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ബാർബർ ഷോപ്പിൽ അദ്ദേഹത്തിന്റെ മുടി വെട്ടുന്നതിന് വേണ്ടി കയറി ചെന്നിരുന്നു. അപ്പോ ബാർബർ വന്ന് അദ്ദേഹം ഒരു പുരോഹിതനാണ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ ബാർബർമാരുടെ സ്വഭാവം നമുക്കറിയാമല്ലോ. പണ്ട് കാലത്ത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ ബാർബർമാർ, അത് എല്ലാ നാട്ടിലും എല്ലാ രാജ്യത്തും അങ്ങനെ തന്നെയാണ്. ഭാഷ അറിയാമെങ്കിൽ അവര് നാട്ടിലെ വർത്തമാനങ്ങളെല്ലാം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും, ചോദ്യങ്ങൾ ചോദിക്കും. പുതിയ പുതിയ വിവരങ്ങൾ പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടിലെ നാണൂച്ചാരിൽ നിന്നാണ്. അങ്ങനെ വാർത്തകൾ നമുക്ക് കിട്ടും. അപ്പൊ ഇത് ഒരു പുരോഹിതനാണ് ഈ മനുഷ്യനെന്ന് മനസ്സിലായപ്പോൾ സഭകളെ കുറിച്ച്, പുരോഹിതന്മാരെ കുറിച്ച് ഒക്കെ വിമർശിക്കാൻ തുടങ്ങി ഈ ബാർബർ. ഈ ഹെർഷൽ ഫോർഡ് ഇതെല്ലാം ശ്രദ്ധയോട് കേട്ടിരുന്നു. ഒന്നും മറുപടി പറഞ്ഞില്ല. മറുപടി പറയാൻ പറ്റില്ലല്ലോ, തല അങ്ങരുടെ കയ്യിലല്ലേ. അതുകൊണ്ട് മിണ്ടാതിരുന്നെല്ലാം കേട്ടു. അവസാനം ഹെർഷൽ ഫോർഡ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ സമ്മതിക്കുന്നു, എന്നാൽ എനിക്കൊരു ചോദ്യമുണ്ട്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ജീസസ് ഓഫ് നാസറേത്ത്? പെട്ടെന്ന് കത്രികയുടെ ചലനങ്ങൾ നിന്നു. ശബ്ദം കേൾക്കുന്നില്ല. തന്റെ തലയിൽ ആരും സ്പർശിക്കുന്നില്ല എന്ന് ഹെർഷൽ ഫോർഡിന് മനസ്സിലായി. ഏതാണ്ട് ചില നിമിഷങ്ങൾ നിശബ്ദതയ്ക്ക് ശേഷം ഹെർഷൽ ഫോർഡ് തന്റെ ചോദ്യം ആവർത്തിച്ചു. ടെൽ മീ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ജീസസ് ഓഫ് നാസറേത്ത്? ഹെർഷൽ ഫോർഡ് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കത്രികകൾ കൈ പിടിച്ചുകൊണ്ട്, ചൂപ്പം പിടിച്ചുകൊണ്ട് ഉന്നതങ്ങളിലേക്ക് നോക്കി നിശബ്ദനായി നിൽക്കുകയാണ് ഈ ബാർബർ. ടെൽ മീ, ഹു ഈസ് ജീസസ്? ആ മനുഷ്യൻ ശാന്തമായി മറുപടി പറഞ്ഞത്രേ, ഓ, ജീസസ് ഓഫ് നാസറേത്ത്, he is second to none. ഓ, നസ്രാനായ യേശു അവനാർക്കും രണ്ടാമനല്ല, അവനാരിലും ഉന്നതനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകം എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ചോദ്യത്തിന് പത്രോസിനെ പോലെ ഒരു ഒഴുക്കൻ മറുപടിയാണോ നാം കൊടുക്കുന്നത്? നമ്മളെല്ലാം ആരാധിക്കുന്ന ഒരു ദൈവത്തെ അല്ലയോ എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ്? അതോ ജീസസ്, യേശു, ഹി ഈസ് സെക്കൻഡ് ടു നൺ, അവൻ ആർക്കും രണ്ടാമനല്ല, അവൻ ആരിലും ഉന്നതനാണെന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. പത്രോസിനോട് യേശു കർത്താവ് പറഞ്ഞുവെങ്കിലും അവർക്ക് ഇടർച്ച വരുത്തണ്ട. നമ്മൾ ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് നമ്മൾ ദിദ്രമപ്പണം കൊടുക്കുവാൻ വിധിക്കപ്പെട്ടവരല്ല. എങ്കിലും നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ അവകാശം മറ്റുള്ളവരുടെ വിശ്വാസത്തിനൊരു തടസ്സമായി തീരാതിരിക്കുവാൻ നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടയിട്ട് ഒരു മീനിനെ എടുക്കുക. ആ മീനിന്റെ വായിൽ ഒരു ചതുരദ്രഹ്മ കാണും, അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, പത്രോസ് യേശു കർത്താവിനെ ഇവിടെ തള്ളിപ്പറഞ്ഞത് കേവലം 16 സെന്റിന്റെ പേരിലാണ്. 30 വെള്ളിക്കാശിനാണ് യൂദ ഒട്ടിക്കൊടുത്തത്. പക്ഷേ
പത്രോസ് ഇവിടെ യേശുവിനെ നിസ്സാരവൽക്കരിച്ചത്, നിസ്സാരനാക്കിയത് കേവലം 16 സെന്റിന്റെ പേരിലാണ് എന്ന് ഓർക്കണം. എത്ര അധപ്പതിച്ചു പോയി പത്രോസ് അവിടെ നമ്മൾ ഓർക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, പച്ചയായ മനുഷ്യൻ, എന്തെല്ലാം കുറവുകൾ, എന്തെല്ലാം ബലഹീനതകൾ ആ മനുഷ്യന്റെ ജീവിതത്തിലുണ്ടായി. ആ മനുഷ്യനാണ് അവസാനം തിബരിയാസ് കടൽ തീരത്ത് നിന്നുകൊണ്ട് എന്റെ യേശുവിനോട് പറഞ്ഞത്, കർത്താവേ, നിനക്ക് സകലതും അറിയാം, എനിക്ക് നിന്നോട് പ്രിയമാണെന്നും നിനക്കറിയാം, നീ സകലതും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമാണെന്നും നിനക്കറിയാമെന്ന് പറഞ്ഞു സമ്പൂർണമായ യേശു കർത്താവിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്ന ഒരു പത്രോസിനെയാണ് തിബരിയാസിന്റെ തീരങ്ങളിൽ നാം കാണുന്നത്. ആ പത്രോസാണ് പിന്നീട് ലോകത്തെ കീഴ്മേൽ മറിച്ചവരുടെ നേതാവായി മാറിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നീ ചൂണ്ടയിട്ട് നിന്റെ പഴയ തൊഴിലൊന്ന് തുടങ്ങ്, ഒന്ന് പോയി ചെയ്യ്, അത് ഇന്നൊന്ന് ചെയ്യ് എന്ന് പറഞ്ഞു വിട്ടു. പത്രോസ് ചൂണ്ടയിട്ടു. കർത്താവ് ആരാണ് എന്ന് പത്രോസിനെ മനസ്സിലാക്കി കൊടുക്കുക, ദൈവപുത്രന്റെ ശക്തി എത്രയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ദൈവപുത്രൻ ആരാണെന്ന് പത്രോസ് മനസ്സിലാക്കട്ടെ ഈ ചൂണ്ടയിടലിലൂടെ. നമുക്കറിയാം, ആ ചൂണ്ടയിട്ടപ്പോൾ പത്രോസ് എങ്ങനെ മനസ്സിലാക്കുകയാണ്? സമുദ്രത്തിന്റെ അന്തർഭാഗങ്ങളിൽ എവിടെയോ തന്റെ വായിൽ എന്നോ കുടുങ്ങിപ്പോയ 4 ദ്രവ്യയുമായി ഒരു മത്സ്യം ചുറ്റിക്കറങ്ങുകയായിരുന്നു. അവന്റെ കാതുകളിൽ ഒരു ശബ്ദം വന്നലച്ചു, അവന്റെ സൃഷ്ടാവിന്റെ ശബ്ദം. സൃഷ്ടാവിന് തന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ള ഒരു ശബ്ദം ആ മത്സ്യത്തിന്റെ കാതുകളിൽ വന്നലച്ചു. അത് സമുദ്രത്തിന്റെ അന്തർഭാഗങ്ങളിൽ നിന്ന് ആഞ്ഞ് തുഴഞ്ഞ് നീന്തി പത്രോസിന്റെ ചൂണ്ടയെ ലക്ഷ്യമാക്കി പാഞ്ഞു വന്ന് തന്റെ നാഥന് വേണ്ടി, തന്റെ സൃഷ്ടാവിന് വേണ്ടി തന്റെ പ്രാണനെ ആ ചൂണ്ടയിൽ സമർപ്പിക്കുന്നു. വേദപുസ്തക ചരിത്രത്തിൽ, വേദപുസ്തകത്തിന്റെ താളുകളിൽ ഇത്രയും ഉജ്ജ്വലമായ ഒരു കഥാപാത്രം വേറെയുണ്ടോ എന്ന് ഞാൻ ചോദിക്കട്ടെ. സൃഷ്ടാവിന്റെ ശബ്ദം കേട്ട് സമുദ്രത്തിന്റെ അന്തർഭാഗങ്ങളിൽ നിന്ന് ഊളിയിട്ട് വന്ന് പത്രോസിന്റെ ചൂണ്ടയെ ലക്ഷ്യമാക്കി വന്ന് സ്വയം പ്രാണനെ വെടിയുന്ന, തന്റെ സകല സമ്പത്തുമായി, തന്റെ സകല നിക്ഷേപങ്ങളുമായി ചൂണ്ടയിൽ തന്റെ ജീവിതം ആഹൂതി ചെയ്യുന്ന ആ മത്സ്യത്തെ പോലെ ഒരു കഥാപാത്രം വേദപുസ്തക ചരിത്രത്തിൽ താളുകളിൽ എവിടെയെങ്കിലും കാണുവാൻ പറ്റുമോ? സ്വന്തം ജീവനെ കർത്താവിന് വേണ്ടി, സൃഷ്ടാവിന് വേണ്ടി സമർപ്പിക്കുന്ന ആ മത്സ്യം എന്റെ ഹൃദയത്തിൽ കിടന്ന് പിടയാറുണ്ട് പലപ്പോഴും. നീ എന്താണ്? നീ ആരാണ്? ആ മത്സ്യത്തിന്റെ 7 അയലത്ത് നിൽക്കുവാൻ, 1000 കാതമകല നിൽക്കുവാൻ നിനക്ക് യോഗ്യതയുണ്ടോ? സൃഷ്ടാവിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ സ്വന്തം ജീവിതം സമർപ്പിക്കുന്ന മത്സ്യം. ആ കഥയൊന്നും ബാക്കി ഞാൻ പറയുന്നില്ല. 4 ദ്രഹ്മ അതെടുത്തു, 2 കർത്താവിനും 2 പത്രോസിനും കൊടുത്തു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഓർക്കായിരുന്നു, അങ്ങനെയാണെങ്കിൽ മറ്റു ശിഷ്യന്മാരുടെ, അത് പത്രോസ് എന്ന് പറയുമ്പോൾ എല്ലാവരെയും കൂടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് കടക്കാരനായിരുന്ന പത്രോസ് ഒരു കടക്കാരനായിരുന്നുകൊണ്ടാണ്, ദിദ്രമപ്പണം കൊടുക്കാതിരുന്നതിന്റെ പേരിലാണ് രക്ഷപ്പെട്ട്, പള്ളിപ്രമാണിമാരിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് യേശുവിനെ നിസ്സാരനാക്കിക്കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടത്. യേശുവിനെ മറപിടിച്ചുകൊണ്ട് പത്രോസ് രക്ഷപ്പെടുകയായിരുന്നു. അത് പത്രോസിന് മനസ്സിലായില്ല. യേശു കർത്താവ് തിരിച്ചറിഞ്ഞു. തന്നെ മറപിടിച്ചുകൊണ്ട് പത്രോസ് കടക്കാരനാണെന്നുള്ള സത്യം മറച്ചു പിടിക്കുകയായിരുന്നു പള്ളിപ്രമാണിമാരുടെ മുമ്പിൽ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, 2 എനിക്കും 2 നിനക്കും കൊടുത്ത കടം വീട്ട് എന്ന്. എന്റെ യേശു, ഉന്നതനായ, ആരിലും ഉന്നതനായവൻ എന്റെ യേശു, അത്ഭുതവാനായ എന്റെ യേശു, വീണ്ടെടുപ്പുകാരനായ എന്റെ യേശു. ആ യേശുവിന്റെ പാദങ്ങളിൽ ആ മത്സ്യത്തെ പോലെ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയും. കർത്താവേ, നീ ആരിലും ഉന്നതന്, നിന്റെ ശബ്ദത്തിന് ഞാൻ കാതോർക്കും, നിന്റെ പാദങ്ങളിൽ ഞാൻ എന്നെ സമർപ്പിക്കും. ആ മത്സ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു അസ്വസ്ഥതയായി വളരട്ടെ, ഒരാത്മീയ അസ്വസ്ഥതയായി ആ മത്സ്യം നമ്മുടെ ഹൃദയങ്ങളിൽ വരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ശക്തീകരിക്കുകയും വഴിനടത്തുകയും ചെയ്യുമാറാവട്ടെ. ആമേൻ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാൻ, രാജാധിരാജൻ
മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാം. ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയന്താൻ. വാസമൊരുക്കാൻ പോയ പ്രിയന്താൻ. രാജാധിരാജൻ മഹിമയോടെ കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. എഴുന്നള്ളാറാം. നിന്നാകഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമായി. ദുഷികളെല്ലാം തീരാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാം. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാം. കാഹളധ്വനി കേൾക്കുന്ന രാത്രിയിൽ മറുരൂപമായി പറന്നിടാറാം. മറുരൂപമായി പറന്നിടാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. താങ്ക് യു ആന്റി. സാറിന്റെ ആശീർവാദത്തോടു കൂടി നമുക്ക് ആശീർവദിക്കാം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരും കൂടെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും കേട്ട വചനത്തോടും കൂടെ ഇപ്പോഴും എന്നേക്കും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുന്നതാണമേ. ആമേൻ. ഈ ഇതിന്റെ റെക്കോർഡ് ഇത് ചെയ്തിട്ടുള്ള സ്പീച്ച് ഒന്ന് റെക്കോർഡ് ചെയ്ത് ഒന്ന് അയച്ചു തരാൻ പറ്റും? അയച്ചേക്കാം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്പീച്ചും കിട്ടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് റെക്കോർഡ് ചെയ്ത് കിട്ടും. എനിക്ക് മെസ്സേജ് കൊടുക്കാവുള്ളൂ. ആയിക്കോട്ടെ ആന്റി. ഞാൻ സംസാരിച്ചോട്ടെ. കോശിക്കലക്ക് സാറേ, ഇന്ന് റെക്കോർഡിങ് ശരിയാകത്തില്ലെന്നൊക്കെ വിചാരിച്ചതാണ്. എന്നാലും അത്ഭുതകരമായിട്ട് നടന്നു. അത് മിസ്സായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായിപ്പോയനെ. വാസ്തവത്തില് എനിക്ക് വിഷമം തോന്നിയായിരുന്നു. ഈ മെസ്സേജ് റെക്കോർഡ് ചെയ്യാതെ പോയാൽ അതെ ഒരു വിഷമായനെ. അതെ. എലിസബത്ത് വേണേ അത് കട്ട് ചെയ്തോ, കുഴപ്പമില്ല. ആദ്യമുള്ള കിട്ടിയല്ലോ. പിന്നെ ഒരു കാര്യം ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലായത്, മെസ്സേജുമായിട്ടുള്ള